Hello students, we were discussing about finding lengths of curves in 2 dimensions. Here we have a question. Find the length of the curve represented by curve can be given in different forms. Here it is given. Find the length of y equal to x raised to 3 by 2. Curve is given in the form y equal to x raised to 3 by 2 in closed interval 0, 1. In closed interval 0, 1. Here the function is of the form y equal to f of x. Y equal to f of x. So we use length equal to integral from a to b root over 1 plus y equal to f of x dy by dx. Y is a function of x only. Dy by dx can be found 1 plus dy by dx whole square into dx. A equal to 0, b equal to 1. Keeping that equation in mind, we find dy by dx. Here y equal to x raised to 3 by 2. Y equal to f of x form ആണ്. അതുകൊണ്ട് നമ്മൾ dy by dx evaluate ചെയ്യും. dy by dx equal to power root 3 by 2 into x raised to 3 by 2 minus 1. That is 1 by 2. സ്ക്വയർ എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് 1 plus dy by dx ആണ് നമുക്ക് എഴുതി വേണേൽ സിംപ്ലിഫൈ ചെയ്യാം. 1 plus dy by dx whole square equal to 1 plus dy by dx in the square 9 by 4 into x, or it is 4 plus 9x whole divided by 4. ഇതിന്റെ റൂട്ടാണ് നമുക്ക് ഇന്റഗ്രലിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. Then length of the curve L equal to integral from a to b root of പല ഇക്വേഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് 1 plus dy by dx whole square. dy by dx എന്ന് എഴുതിയെങ്കിലും ഫംഗ്ഷനിൽ കണ്ടില്ല, x മാത്രമേ ഉള്ളൂ. ഫംഗ്ഷൻ ഓഫ് x only. Into integration with respect to x integration element x. Here a equal to 0, length between 0 and 1. x equal to 0 and 1 ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. And b equal to 1. Then root of 1 plus dy by dx ഇതിന്റെ റൂട്ട് എടുക്കണം. root of 4 plus 9x divided by 4ന്റെ റൂട്ട് എടുക്കണം. Then length integral equal to integral from 0 to 1. ഇനി ഇതിന് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫംഗ്ഷൻ കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ഓൺ ദ ക്ലോസ്ഡ് ഇന്റർവൽ വേണമെന്നുണ്ടായിരുന്നു. എവിടെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്? ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ മീൻസ് ദ ഡെറിവേറ്റീവ് ഈസ് കണ്ടിന്യൂസ് ഇൻ ദാറ്റ് ക്ലോസ്ഡ് ഇന്റർവൽ. ഡെറിവേറ്റീവ് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, അത് കണ്ടിന്യൂസ് ആണ്. ഇവിടെ ആ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് ചെയ്യാം. അടുത്തൊരു പ്രോബ്ലം നമ്മൾ കാണാൻ പോകുന്നത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തതാണ്. അതുകൊണ്ട് ഞാനത് മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ. 4 plus 9x divided by 4ന്റെ whole divided by 4ന്റെ റൂട്ട് into dx. 4ന്റെ റൂട്ട് 2 ആണ്, അത് ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ അത് 1 by 2 ആയിട്ട് ഞാൻ ഇന്റഗ്രലിന്റെ പുറത്ത് എഴുതുകയാണ്. ഇന്റഗ്രൽ ഫ്രം 0 to 1 root of 4 plus 9x dx. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ് അറിയില്ല. അതുകൊണ്ട് നമ്മളതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. 4 plus 9x equal to u. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഉപയോഗിക്കുന്നത്. 4 plus 9x equal to u. Then 9 dx, 4ൻ്റെത് 0 ആണ്, equal to du. Then we can replace x with u. When അപ്പോൾ ലിമിറ്റ്സ് മാറും. x equal to 0 implies u equal to 0, u equal to 4, x equal to 0. x equal to 1 implies u equal to 4 plus 9 into 1, 13. അപ്പോൾ നമ്മുടെ ലെന്ത് ഇൻ്റഗ്രൽ എല്ലിന് നൊട്ടേഷൻ ഉള്ളതുകൊണ്ട് എളുപ്പമുണ്ട്. L equal to 1 by 2 into integral from 0 to 1 എന്നുള്ളതിന് പകരം 4 to 13. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നിങ്ങളിവിടെ ഉപയോഗിക്കുക. റൂട്ട് ഓഫ് 4 plus 9x. u റൂട്ടാണ്, അല്ലെ u raised to 1 by 2 എന്ന് എഴുതാം. dx എന്ന് പറയുന്നത് du by 9 ആണ്. 9 dx equal to du, or dxന് പകരം നമുക്ക് എഴുതാവുന്നത് du by 9 എന്നാണ്. ദാറ്റ് ഈസ് 1 by 18 into കോൺസ്റ്റൻസിനെ ഞാൻ പുറത്തെടുത്തു. u raised to 1 by 2ന്റെ ഇന്റഗ്രൽ u raised to 1 by 2 plus 1. 1 by 2 plus 1, 1 plus 2, 3 by 2 divided by ആ കോൺസ്റ്റന്റ് തന്നെ. ഇന്റഗ്രേഷന്റെ റൂൾ അങ്ങനെയാണ്. x raised to n plus 1 by n plus 1. അതുപോലെ 1 by 2 plus 1, 3 by 2 divided by 3 by 2 from 4 to 13.
അപ്പോൾ കോൺസ്റ്റന്റ് ഇപ്പോഴും നമുക്ക് പുറത്തെടുക്കാം. 1/18 ഇവിടെ ഉണ്ട്, ബൈ 3/2 എന്നുള്ളത് ഇൻറ്റു 2/3 എന്നാകും, ഇൻറ്റു യു റൈസ് ടു 3/2 ലിമിറ്റ്സ് കൊടുക്കുക. ലിമിറ്റ്സ് കൊടുത്തോട്ടെ. യു റൈസ് ടു കോൺസ്റ്റൻസ് എല്ലാം പുറത്തെഴുതി അഡ്ജസ്റ്റ് ചെയ്തു. യു റൈസ് ടു 3/2 ലിമിറ്റ് കൊടുക്കണമെങ്കിൽ 13 റൈസ് ടു 3/2 മൈനസ് 4 റൈസ് ടു 3/2 എന്ന് നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ ഒരു ക്യാൻസലേഷൻ ഉണ്ട്. ദെൻ ദ കോൺസ്റ്റന്റ് ബിക്കം 1/27 ഇൻറ്റു 13 റൈസ് ടു 3/2 തന്നെ എഴുതാം, അല്ലേ വേണമെങ്കിൽ കാണാനൊരു ഭംഗിക്ക് 13√13 എന്ന് എഴുതാം. ഇതിലും മാറ്റമുണ്ട്. 4 റൈസ് ടു 3/2 എന്ന് പറഞ്ഞാൽ 4ന്റെ റൂട്ട് അതിൻ്റെ ക്യൂബ്. 4ന്റെ റൂട്ട് ആകുമ്പോൾ 2 ക്യൂബ് എന്ന് പറയുന്നത് 8 മൈനസ് 8 എന്ന് ആൻസർ പറയും. ദിസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ കർവ് y equal to x raised to 3/2 from x equal to 0 to x equal to 1. We can do another problem. You can pause the video at the last position of the previous problem and write down the answer in the book. ബുക്കിൽ നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വീഡിയോ പോസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. നോട്ട്സ് വേറെ തരേണ്ട കാര്യമില്ല, എല്ലാം ഞാൻ കൃത്യമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. You can come to the next question. Find the length of y equal to x/2 whole raised to 2/3 from x equal to 0 to x equal to 2. Here the function is of the form y equal to f of x. അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോവുക, മുമ്പ് ചെയ്തതുപോലെ തന്നെ ആയിരിക്കും. ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് √1 + dy/dx ഹോൾ സ്ക്വയർ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആൻസർ കിട്ടും എന്നാണ് നമ്മുടെ വിചാരം. അപ്പോൾ y equal to x/2. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഫംഗ്ഷൻ കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആവണം, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം. ഈ പറഞ്ഞിരിക്കുന്ന ഇൻ്റർവൽ, ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to ആണ് ഇവിടെ, അവിടെയാണ് ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത്. ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ട ഇൻ്റർവെൽ കണ്ടിന്യൂസ് ആയിരിക്കണം. നമുക്ക് dy/dx കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഹിയർ dy/dx equal to 2/3 ഇൻറ്റു x/2 റൈസ് ടു 2/3 മൈനസ് 1 ദാറ്റ് ഇസ് മൈനസ് 1/3 ഇൻറ്റു x/2നെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്. അപ്പോൾ ഒരു 1/2 കൂടെ വരും. ഈ 2 ഒക്കെ ക്യാൻസൽ ചെയ്യും. ഈ അകത്തെ 2 ആയിട്ട് ക്യാൻസൽ ചെയ്യത്തില്ല, അവിടെ ഹോൾ റൈസ് ടു മൈനസ് 1/3 ഈക്വൽ ടു 1/3 ഇൻറ്റു, ഇത് പോസിറ്റീവ് പവർ ആയിട്ട് എഴുതിയാലേ നമുക്ക് കാര്യം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് 2/x എന്ന് എഴുതിയാൽ നമുക്ക് പോസിറ്റീവ് പവർ ആയിട്ട് എഴുതാം. 2/x ഹോൾ റൈസ് ടു 1/3 m/n ഹോൾ റൈസ് ടു മൈനസ് n ഈക്വൽ ടു m/n ഹോൾ റൈസ് ടു മൈനസ് p ഈക്വൽ ടു m/n ഹോൾ റൈസ് ടു മൈനസ് p ഈക്വൽ ടു n/m ഹോൾ റൈസ് ടു p. പവർ പോസിറ്റീവ് ആക്കാൻ റേഷ്യോയെ തിരിച്ചെഴുതിയാൽ മതി എന്ന് നിങ്ങൾക്കറിയാം. 11x റൈസ് ടു മൈനസ് 1/3 ഡിവൈഡ് ബൈ 2 റൈസ് ടു മൈനസ് 1/3 എന്നൊക്കെ ആലോചിക്കണം, എന്നിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ശരിയായിക്കോളും. അപ്പോൾ 1/3 ഇൻറ്റു 2/x ഹോൾ റൈസ് ടു 1/3 എന്ന് കിട്ടിയ ഡെറിവേറ്റീവ് ഡിനോമിനേറ്ററിൽ x ഉള്ള ഒരു ഫ്രാക്ഷണൽ വാല്യൂ ആണ്. ഡിനോമിനേറ്ററിൽ x 0 ആകുമ്പോൾ ഈ ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. dy/dx does not exist at x equal to 0. Does not exist at x equal to 0. At x equal to 0. We have to integrate from 0 to 2. Integration from closed interval 0 to x equal to 0. 0 element of closed interval 0 to, അതാണ് ഇൻ്റഗ്രേഷൻ്റെ ഇൻ്റർവൽ ഓഫ്, ആ ഇൻ്റഗ്രൽ എഴുതിയായിരുന്നെങ്കിൽ ഇൻ്റഗ്രേഷൻ്റെ ഇൻ്റർവൽ അതാണ്. അപ്പോൾ ആ ഇൻ്റർവെല്ലിൽ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ y ഈക്വൽ ടു x/2 ഹോൾ റൈസ് ടു 2/3, അതാണ് നമ്മുടെ y ഈക്വൽ ടു f ഓഫ് x. നോട്ട് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to. അതുകൊണ്ട് നമ്മുടെ y ഈക്വൽ ടു f x എന്നുള്ള ഫോം അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ x ഈക്വൽ ടു, ഈ ഫംഗ്ഷനെ തന്നെ മാറ്റി എഴുതാമല്ലോ. y ഈക്വൽ ടു x/2 ഹോൾ റൈസ് ടു 2/3 എന്ന് പറഞ്ഞാൽ നമുക്കതിനെ മാറ്റി എഴുതാം. പവർ 3/2ലേക്ക് റേസ് ചെയ്താൽ y റൈസ് ടു 3/2 ഈക്വൽ ടു x/2 എന്ന് നമുക്ക് എഴുതാം. 2/3 ഇൻറ്റു 3/2 ക്യാൻസൽ ചെയ്തോളൂ. ഓർ x ഈക്വൽ ടു 2 ഇൻറ്റു y റൈസ് ടു 3/2. ദിസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് y only. x ഈക്വൽ ടു g of y ഫോം. x ഈക്വൽ ടു g of y ഫോം. അപ്പോഴും നമുക്ക് ചെയ്യാം. അതായത് ഇക്വേഷൻ ഉപയോഗിച്ചാൽ L ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം c to d y ലിമിറ്റ്സ് ആയിരിക്കണം. √1 + dy/dx
അപ്പോൾ ഡി എക്സ് ബൈ ഡി വൈ കാൽക്കുലേറ്റ് ചെയ്യാം. ഇക്വേഷൻസ് ഓർമ്മയുണ്ടല്ലോ ലെന്തിൻ്റെ. ഡി എക്സ് ബൈ ഡി വൈ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി വൈ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡി എക്സ് ബൈ ഡി വൈ എവാലുവേറ്റ് ചെയ്യുന്നു. അതിന് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഡി എക്സ് ബൈ ഡി വൈ ഈക്വൽ ടു 2 ഇൻറ്റു 3/2 ഇൻറ്റു പവർ റൂളാണ്. വൈ റേസ് ടു 3/2 മൈനസ് 1 വൈ റേസ് ടു 1/2 2 ക്യാൻസൽ ചെയ്യും. 3 ഇൻറ്റു വൈ റേസ് ടു 1/2 ഡിഫറൻഷ്യബിൾ ആണ്. ഇത് എവിടെ വേണമെങ്കിലും എക്സിസ്റ്റ് ചെയ്യും. 3 ഇൻറ്റു വൈ റേസ് ടു 1 റൂട്ട് 0 തുടങ്ങി 2 0 തുടങ്ങി 2 വരെ അല്ല വേണ്ടത്. കറസ്പോണ്ടിങ് ടു എക്സ് ഈക്വൽ ടു 0 എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് y ഈക്വൽ ടു എക്സ് റേസ് ടു 3 എക്സ് ബൈ 2 റേസ് ടു 2/3 എന്നുള്ള ഇതിൽ നിന്ന് നമുക്ക് എടുക്കാം. എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് y ഈക്വൽ ടു എക്സ് 0 ആയ 0 റേസ് ടു 2/3. എക്സ് ഈക്വൽ ടു 2 തന്നിട്ടുണ്ട്. അത് ആ ഇക്വേഷനിൽ തന്നെ കൊടുത്താൽ y ഈക്വൽ ടു 2/2 ഹോൾ റേസ് ടു 2/3. അത് 1 റേസ് ടു 2/3 1. ഇത് രണ്ടും കിട്ടിയത് ഇവിടുന്ന് ഇക്വേഷൻ 1ൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ c ഈക്വൽ ടു വൈയുടെ ലിമിറ്റ് 0 ആൻഡ് d ഈക്വൽ ടു 1. Instead of integrating from 0 to 2 for x, we have to integrate from 0 to x 0 corresponding ആയിട്ട് y 0, x 2 corresponding ആയിട്ട് y 1, 0 to 1. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? y ഈക്വൽ ടു എഫ് ഓഫ് എക്സിന് പകരം x ഈക്വൽ ടു ജി വൈ ഫോമിൽ കർവിനെ ആക്കി x ഈക്വൽ ടു ജി വൈ ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ സി ഡി അത് ഉപയോഗിച്ച് ലെന്ത് കാൽക്കുലേറ്റ് ചെയ്യും. എൽ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം സി ടു ഡി സ്ക്വയർ റൂട്ട് ഓവർ 1 പ്ലസ് ഡി എക്സ് ബൈ ഡി വൈ ഹോൾ സ്ക്വയർ ഡി വൈ. ഇവിടെ ഈ ഫംഗ്ഷന് പ്രശ്നമില്ല. ജി വൈ ഈസ് കണ്ടിന്യൂസ്ലി അതിലടുത്ത ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും, കണ്ടിന്യൂസ് ആണ്. ഡിഫറൻഷ്യബിൾ ഇൻ അതിൻ്റെ ഇൻ്റർവൽ ഏതാ? ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 ആണ്. വൈയുടെ ഇൻ്റർവൽ സി ഡി ജി വൈ അത് നമ്മൾ എഴുതിയിട്ട് വേണം. therefore gy is continuously differentiable in closed interval cd and we use this length integral. y ഫോം ആണ് ഉപയോഗിക്കുക. ഇൻ്റഗ്രൽ ഫ്രം 0 to 1 റൂട്ട് ഓവർ എക്സ് ഫോം ഉപയോഗിക്കാത്ത എന്തുകൊണ്ടാ? എക്സ് ഈക്വൽ ടു 0 എക്സിൻ്റെ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ്സ് ആയിരുന്നു, അല്ലെ ഇൻ്റർവെലിൻ്റെ പാർട്ടായിരുന്നു. എക്സ് ഈക്വൽ ടു 0യിൽ നമ്മുടെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. 1 പ്ലസ് ഡി എക്സ് ബൈ ഡി വൈ ഹോൾ സ്ക്വയർ 9y എന്നാവും. ഡി എക്സ് ബൈ ഡി വൈ 3y റേസ് ടു 1/2. അവിടെ അധികം സിംപ്ലിഫിക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ റൂട്ടിനകത്ത് നേരത്തെ എഴുതി സിംപ്ലിഫൈ ചെയ്യാത്തത്. ഇൻറ്റു ഡി വൈ എന്ന് എഴുതാം. ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 to 1 പ്ലസ് 9y ഹോൾ റേസ് ടു 1/2 dy എന്ന് എഴുതാം. മുമ്പ് നമ്മൾ ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോകണം. അത് ഞാൻ സൈഡിൽ എഴുതി കാണിക്കാം. u ഈക്വൽ ടു 1 പ്ലസ് 9y എന്ന് കൊടുക്കാം. du ഈക്വൽ ടു 9 dy എന്ന് നമുക്ക് എഴുതാം. വെൻ x ഈക്വൽ ടു 0 u ഈക്വൽ ടു 1 പ്ലസ് 9y സോറി x അല്ല, y ഈക്വൽ ടു 0 u ഈക്വൽ ടു 1 പ്ലസ് 9y 1 എന്ന് കിട്ടും. വെൻ y ഈക്വൽ ടു 1 u ഈക്വൽ ടു y 1 ആകുമ്പോൾ u എത്രയാകും? 1 പ്ലസ് 9 10 എന്നാകും. y 1 പ്ലസ് 9 10. ദിസ് ഇസ് ഈക്വൽ ടു യുവിനാണ് ഇൻ്റഗ്രേഷൻ. y 0ക്ക് u1 y 1ന് u10 ഇൻ്റഗ്രൽ ഫ്രം 1 to 10 u റേസ് ടു 1/2 എന്നായി. dy ക്ക് പകരം എന്തെഴുതണം? dy ക്ക് പകരം du ബൈ 9 എന്ന് എഴുതണം. ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം ഇൻ്റഗ്രേഷൻ ചെയ്യാമല്ലോ. u റേസ് ടു 3/2 ബൈ 3/2 ഫ്രം 1 to 10 ഒരു du ബൈ 9 1/9 പുറത്തുണ്ട്. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 1/9 ഇൻറ്റു 3/2 2/3 ആകും. ദെൻ u റേസ് ടു 3/2ൽ ലിമിറ്റ്സ് കൊടുക്കുക. 10 റേസ് ടു 3/2 മൈനസ് 1 റേസ് ടു 3/2 10 റേസ് ടു 3/2 മൈനസ് 1 റേസ് ടു 3/2 1 2/27 ഇൻറ്റു 10 റേസ് ടു 3/2 അതൊന്നും ചെയ്തില്ല. 10 റേസ് ടു 3/2 മൈനസ് 1 റേസ് ടു 3/2 1 ആണ്. 2/27 ഇൻറ്റു 10 റേസ് ടു 3/2 മൈനസ് 1 ആൻസർ കിട്ടും. 1-2 പ്രോബ്ലംസ് തരാം, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ആൻസർ തരിക. അതാണ് അർത്ഥം. ചില ടെക്നിക്കൽ പ്രോബ്ലംസ് കൊണ്ട് എനിക്ക് സമയത്ത് ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. ഈ വീഡിയോ നിങ്ങൾ കാണുക.
തരുന്ന അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ആ ദിവസത്തെ അറ്റൻഡൻസിന് വേണ്ടി അത് നിർബന്ധമാണെന്ന് ഓർക്കുക.